എസ് ടി പി സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, പിന്നീട് പിൻവലിക്കുന്നു. അവിടെ എന്താണ് സ്വീകരിച്ച നിലപാട്? അത് അവിടെ ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒരിടത്തും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു സ്റ്റാൻഡ് അവിടെ എടുത്തു. മൊത്തം കേരളത്തിൽ ഒരു ഡെസിഷനേ എടുത്തിട്ടുള്ളൂ, ഒരു ഒരു മുന്നണിക്ക് കൊടുക്കണം എന്നുള്ളത്. അത് ആ നിലയ്ക്ക് വോട്ട് പോയിട്ടുണ്ടാവും. നേമത്തെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. അവിടെ കഴിഞ്ഞ വർഷം നമ്മൾ ശിവൻകുട്ടി മിനിസ്റ്റർക്ക് വോട്ട് ചെയ്തിരുന്നു. കാരണം അവിടെ തൊട്ടടുത്ത് അദ്ദേഹമാണ് വരുന്നത്. ആ നിലപാട് ഇപ്രാവശ്യം അങ്ങനെ തന്നെ തുടർന്നിട്ടുള്ളത്. SDPI സ്വീകരിച്ച നിലപാട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ 36 മണ്ഡലത്തിൽ മത്സരിച്ചു. നമ്മൾ നല്ല പോരാട്ടം നടത്തി. നല്ല ഒരു വോട്ടിംഗ് ഷെയർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് പല മണ്ഡലങ്ങളിലും. മലപ്പുറം പോലുള്ള മണ്ഡലങ്ങളിൽ നമുക്ക് നല്ല വോട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അല്ലാത്ത മണ്ഡലങ്ങളിൽ നമ്മൾ വേറെ നമുക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായി മറ്റുള്ളവർക്ക് വോട്ട് ചെയ്തതാണ്. അത് ഒരു പാർട്ടിയിലെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് മെമ്പർമാർക്ക് മാത്രം അറിയിച്ചാൽ മതി. കാരണം നമ്മൾ ഒരു മുന്നണിയുമായി നിലവിൽ സഖ്യമില്ലാത്തതുകൊണ്ട് ഏത് മുന്നണിക്ക് വേണ്ടിയിട്ട് വാദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രവർത്തകരെ മാത്രം ഇൻഫോം ചെയ്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്നുണ്ടായത്. ആർക്കായിരിക്കുന്നു അപ്പോൾ പിന്തുണ? അല്ല, അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്നാണ് നമ്മളൊരു തീരുമാനം. കാരണം ഒരു മുന്നണിയുടെ പാർട്ടല്ലാതെ ഏതെങ്കിലും മുന്നണിക്ക് നമ്മൾ ഓഫർ ചെയ്താൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി അവരാരെങ്കിലും തിരസ്കരിക്കേണ്ട പ്രശ്നമുണ്ടായാൽ പലതും സംഭവിക്കാമല്ലോ. മാത്രമല്ല അവർ ആവശ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണി ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് മുന്നണിയുടെ വക്താക്കൾ ഒഫീഷ്യലായി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതിൽ ഒരു അഭംഗിയുണ്ട് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ വേണ്ടാന്ന് തീരുമാനിച്ചാണ്. ചർച്ച നടത്തിയതൊക്കെ LDF പിന്തുണ എന്നുള്ള രീതിയിലായിരുന്നല്ലോ. അല്ല, അത് നമ്മുടെ ചില നിരീക്ഷണങ്ങളെ അങ്ങനെ വ്യാഖ്യാനിച്ചതാണ്. അതിൽ പ്രധാനമായി വന്നൊരു കാര്യം ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചർച്ച വന്നപ്പോഴേ അത് പാർട്ടിയുടെ നിലപാട് ഭരണവിരുദ്ധ വികാരമില്ല എന്നായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയിൽ അങ്ങനെ വന്നു പോയതാണ്. അല്ലാതെ നമ്മൾ അവരുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലല്ല ആ വ്യാഖ്യാനങ്ങളും ഒക്കെ വന്നത്. പല LDF സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് STPയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനവർക്ക് കാരണങ്ങൾ ഉണ്ടായേക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്തായാലും ആ തീരുമാനം ഞങ്ങൾ ആർക്കും ഡിസ്ക്ലോസ് ചെയ്യാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർക്ക് അങ്ങനെ അനുഭവപ്പെട്ടോ എനിക്ക് അതേക്കുറിച്ച് ധാരണയില്ല. അങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത് നമുക്കറിയില്ല. ഒരു പക്ഷേ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ന്യായം, അല്ലെങ്കിൽ അവരുടെ ഇതെന്നുള്ള അങ്ങനെ ഏതെങ്കിലും കാൻഡിഡേറ്റ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞോ? ആരാ പറഞ്ഞ്? സ്വീകരിക്കാൻ ഇടയുണ്ട് എന്നുള്ളത്. അല്ല, സ്വീകരിക്കാൻ എല്ലാവർക്കും പറയാമല്ലോ. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും ഞങ്ങൾക്ക് വോട്ട് ആരുടെ വോട്ടും സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. UDF കാൻഡിഡേറ്റുകൾ ആരും അങ്ങനെ പറയുന്നത് കണ്ടിട്ടില്ല. പറഞ്ഞത് മുഴുവൻ LDF കാൻഡിഡേറ്റുകളായിരുന്നു. അല്ല, മഞ്ചേശ്വരത്ത് AK മഷൂർ പറഞ്ഞല്ലോ LDF STPയുടെ വോട്ട് സ്വീകരിക്കും. STP സെക്കുലർ പാർട്ടിയാണ്, അതുകൊണ്ട് അവരെ വോട്ട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല എന്ന്. മഞ്ചേശ്വരത്ത് എന്തായിരുന്നു നിലപാട്? മഞ്ചേശ്വരം STP സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, പിന്നീട് പിൻവലിക്കുന്നു. അവിടെ എന്താണ് സ്വീകരിച്ച നിലപാട്? അത് അവിടെ ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒരിടത്തും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു സ്റ്റാൻഡ് അവിടെ എടുത്തു. ആർക്കായിരുന്നു പിന്തുണ? അല്ല, അത് അവിടുത്തെ ബി ജെ പിക്ക് വിരുദ്ധമായി ആര് വരുന്നു അവർക്ക് കിട്ടേണ്ട സാഹചര്യം ഉണ്ടാവണമല്ലോ. അന്നേക്ക് തീരുമാനത്തിലുണ്ടാവും. അത് ആ മണ്ഡലത്തിനുള്ള ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട് അവിടെ. ഈ മങ്കടയിലും വേങ്ങരയിലൊക്കെ എന്തായിരുന്നു സ്ഥിതി? സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ഞങ്ങൾ അതും ഞാൻ പറഞ്ഞില്ല, ബാക്കി എല്ലാ മൊത്തം കേരളത്തിൽ ഒരു ഡെസിഷനേ എടുത്തിട്ടുള്ളൂ, ഒരു മുന്നണിക്ക് കൊടുക്കണം എന്നുള്ളത്. അത് ആ നിലയ്ക്ക് വോട്ട് പോയിട്ടുണ്ടാവും. അത് ഇന്ന കാൻഡിഡേറ്റ് നമുക്ക് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ആ തീരുമാനം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. മുന്നണി എന്ന് പറയാലോ. അല്ലല്ല, അത് പറഞ്ഞത് ശരിയല്ല. അത് ഒരു ഞങ്ങളൊരു തീരുമാനം എടുത്താണ്. അങ്ങനെ ഇത് പറയാതെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഈ പ്രാവശ്യം തീരുമാനം എടുത്തതാണ്. മുമ്പ് നമ്മൾ തീരുമാനം അങ്ങനെ പറഞ്ഞതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് സീക്വൻസ് വേറെ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ചർച്ചകളിലേക്ക് കൊണ്ടുപോകണ്ട എന്നുള്ളത് കൊണ്ട് തീരുമാനം പറയണ്ട എന്ന് തന്നെയാണ് നമ്മൾ നിലപാടെടുത്തത്. കേരളത്തിൻ്റെ സ്ഥിതി എന്താ? തുടർഭരണം ഉണ്ടാവും? കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു നെക്ക് ആൻഡ് നെക്ക് ഒരു റിസൾട്ടാണ് ഉണ്ടാകാൻ പോണത്. ഒരു തൂക്ക് മന്ത്രിസഭ ആയാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. അത്രയും നല്ല ഒരു
ഫൈറ്റ് രണ്ട് ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഈ പറയപ്പെടുന്നത് പോലുള്ള ഒരു UDF തരംഗമൊന്നും ഉണ്ടായതായിട്ട് ഞങ്ങളുടെ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ടൈറ്റ് മത്സരമുണ്ട്, അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ്. UDF തരംഗമില്ലാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ STPയുടെ വോട്ടുകളൊക്കെ LDFന് പോയിരുന്നെങ്കിൽ വീണ്ടും തുടർഭരണം ഉണ്ടാവും. അല്ല പോയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പോയെങ്കിൽ മാത്രമല്ലേ നമുക്കതൊരു തീരുമാനമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. UDF തരംഗം കേരളത്തിലില്ല. ഇല്ല, ഒരു തരംഗം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ സർക്കാരിൻ്റെ നില എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ സർക്കാരിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെ വിമർശന വിധേയമായിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വിമർശിച്ച ആളുകൾ തന്നെയാണ്. ചില കാര്യങ്ങൾ അതേസമയം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ ക്ഷേമ പെൻഷനുകൾ, അങ്ങനെയുള്ള കുറേ ഡെവലപ്മെൻറ്റ്സിലൊക്കെ അവർ നമുക്ക് അത്ര വിമർശന വിധേയമായിട്ടില്ല. പക്ഷേ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഏറ്റവും വിമർശന വിധേയമായത്. അതിലൊക്കെ ഞങ്ങൾ കൃത്യമായി സമരം ചെയ്ത പാർട്ടിയാണ്. മറ്റൊന്ന്, ഈ പറഞ്ഞു കേട്ടത് LDFൻ്റെ ഘടകകക്ഷിയാവാനൊക്കെ സാധ്യത STPയെ സംബന്ധിച്ചുണ്ട് എന്നാണ്. ഇല്ല, കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യതയിൽ അത് അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഒരു ഡിസ്കഷൻ നടക്കണ്ടേ. പക്ഷെ മറ്റിടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബംഗാളിൽ നമ്മൾ ഒന്നിച്ച് മത്സരിക്കുന്നുണ്ട്, ഒന്നിച്ച് പ്രകടനം നടത്തുന്നുണ്ട്, ഒന്നിച്ച് വോട്ട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, ഒക്കെ ബംഗാളിൽ സംഭവിക്കുന്നുണ്ട്. ആ സ്റ്റേറ്റിലൊരു ഒരു സാഹചര്യമാണ്. അത് കേരളത്തിലേക്ക് വന്നിട്ടില്ല. വരാൻ നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുള്ളത് അത്തരം ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അതൊന്നും അങ്ങനെയൊന്നും ആരും ഒരു നിരീക്ഷകരും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നിരീക്ഷണങ്ങളും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ നിരീക്ഷണങ്ങൾ എന്തായാലും അപ്പോൾ കേരളത്തിൽ UDF തരംഗമില്ല അല്ലേ? UDF തരംഗമില്ല. വീണ്ടും ഇടതുപക്ഷ സർക്കാരിനാണ് സാധ്യത. അല്ല, അങ്ങനല്ല പറഞ്ഞത്. സർക്കാർ ഈ വോട്ട് പെട്ടിലായി കിടക്കല്ലേ. ഇപ്പോൾ നമ്മളൊരു വിലയിരുത്തൽ നക്കാനൊക്കെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആർക്കെന്ന് പറയാൻ കഴിയില്ലല്ലോ. തരംഗമുണ്ടായില്ല എന്നതുകൊണ്ട് UDF ജയിച്ചുകൂടായില്ല എന്ന് പറയാൻ പറ്റില്ല. തരംഗവും വിജയനുണ്ട്, രണ്ടാളത് എന്ന് പറഞ്ഞാൽ വമ്പിച്ച ഒരു 85 സീറ്റിന് മുകളിൽ 100 സീറ്റൊക്കെ വരെ കിട്ടുന്ന ഒരു വലിയ തരംഗമാണ്. അതുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നക്കാനൊക്കെ രണ്ടുകൂട്ടർക്കും സാധ്യത ഉണ്ടല്ലോ. അതുപോലുള്ളൊരു മണ്ഡലമാണ് നേമത്തൊക്കെ എങ്ങനെയാണ്, ഏത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? നേമത്തെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. അവിടെ കഴിഞ്ഞ വർഷം നമ്മൾ ശിവൻകുട്ടി മിനിസ്റ്റർക്ക് വോട്ട് ചെയ്തിരുന്നു. കാരണം അവിടെ തൊട്ടടുത്ത് അദ്ദേഹമാണ് വരുന്നത്. ആ നിലപാട് ഇപ്രാവശ്യം അങ്ങനെ തന്നെ തുടർന്നിട്ടുള്ളത്. അത്തരം നിലപാട് മറ്റേതെങ്കിലും ജില്ലകളിലോ അല്ലെങ്കിൽ മണ്ഡലങ്ങളിലോ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെ പ്രത്യേകമായ ഒരു പശ്ചാത്തലം നേമത്തുണ്ടായതുകൊണ്ട് അങ്ങനെ നേരത്തെ തീരുമാനിച്ചതാണ്.